കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. തിരുവനന്തപുരം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് റിപ്പോർട്ട് നൽകുക. അഭിന പി ചിറക്കിലുണ്ട് വിവരങ്ങളുമായി. അഭിന, എന്തൊക്കെയാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ? എന്തൊക്കെയായിരിക്കും ഇതിന് ശേഷമുള്ള തുടർ നടപടികൾ? കളദാസ് അല്പസമയത്തിനകം തന്നെ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധനയെല്ലാം പൂർത്തിയായിരിക്കുന്നത്. നമുക്കറിയാം ആദ്യ ഒരു തവണ ഈ ഒരു പരിശോധനയും അതുപോലെ തന്നെ റിപ്പോർട്ടുകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത് CPU പൊട്ടിത്തെറിച്ചിട്ടുണ്ടായ അപകടമാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണം എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. എന്നാൽ വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടായത് വലിയ രീതിയിൽ ആളുകളെ പരിഭ്രാന്തരാക്കുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഫോറൻസിക് വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും എല്ലാം തന്നെ ഒരു റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ ഇനി അവിടെ പുതിയ ബ്ലോക്കിൽ ഒരു അത്യാഹിത വിഭാഗം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടിയിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് CPU പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിൽ ഇത്തവണ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. പക്ഷേ ആശുപത്രി അധികൃതർ എല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചെറിയൊരു ടെസ്റ്റ് നടക്കുന്നതിനിടെ ഈ വയറിങ്ങുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ചെറിയ രീതിയിലൊരു തീപിടുത്തം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ആരോഗ്യവകുപ്പ് ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഈ വിവിധ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിലൊരു പ്രതിഷേധമെല്ലാം അറിയിച്ചതിനെ തുടർന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് ഈ 6ാമത്തെ നിലയിൽ ഉണ്ടായിരുന്ന ഓപ്പറേഷൻ തിയേറ്ററുകൾ അടക്കം കത്തി നശിച്ച ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ കത്തിയ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ എല്ലാം കൃത്യമായ ഒരു അന്വേഷണം, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ഒരു പുക എവിടെ നിന്നാണ് വരുന്നത്, ഇതിന്റെ പ്രധാന കാരണം എന്താണ് എന്നുള്ളതെല്ലാം ഫോറൻസിക്കിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർദ്ദേശവും അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ഒരു റിപ്പോർട്ടിനനുസരിച്ച് മാത്രമായിരിക്കും ഇനി ഇവിടെ ഈ ഒരു അത്യാഹിത വിഭാഗം ഇവിടെ തുടങ്ങാൻ സാധിക്കുകയോ ഉള്ളൂ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇനി ഇതുവരെ ഈ ഒരു അത്യാഹിത വിഭാഗം ഇപ്പോൾ പഴയ ബ്ലോക്കിലാണ് നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ക്രിട്ടിക്കലായിരിക്കുന്ന ആളുകളെ ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ പഴയ ബ്ലോക്കിലെ പഴയ ഓപ്പറേഷൻ തിയേറ്ററിലുമാണ് ഇപ്പോൾ നിലവിൽ ഓപ്പറേഷൻ അടക്കം നടത്തി വരുന്നത്. നിലവിൽ ഈ പുതിയ ബ്ലോക്കിൽ ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്കൊന്നും ആളുകളെ കയറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നിലവിൽ പുതിയ ബ്ലോക്കിൽ ഒരു രോഗികളും ഇല്ല എന്നുള്ളതാണ്. നേരത്തെ ആരോഗ്യവകുപ്പ് അതെല്ലാം മറച്ചു വെച്ചൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് വലിയ രീതിയിലൊരു പ്രതിഷേധവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അരങ്ങേറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാളിദാസ്. ശരി, അഭിന പി ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. തിരുവനന്തപുരം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കാണ് റിപ്പോർട്ട് നൽകുക.